Hi friends, നമ്മൾ 2020 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നോക്കുന്നത്. ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഒരുക്കുന്നതിന് വേണ്ടി ജനമൈത്രി പോലീസ് കൊണ്ടുവന്ന പുതിയൊരു പദ്ധതിയാണ് കവചം പദ്ധതി. ജനമൈത്രി പോലീസിന്റെ പുതിയ പദ്ധതിയാണ് കവചം പദ്ധതി. India's first Chief of Defence Staff is Major Bipin Rawat. മിലിറ്ററി അഫയേഴ്സിന്റെ ഹെഡ് അദ്ദേഹമായിരിക്കും. പുതിയ ആർമി ചീഫാണ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് മുകുന്ദ് നരവാനെ. നേരത്തെ ബിപിൻ റാവത്ത് ഇരുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നത് ഇദ്ദേഹമാണ്, മനോജ് മുകുന്ദ് നരവാനെ. പ്രൈം മിനിസ്റ്റർ ഓഫ് സ്പെയിൻ ഈസ് പെഡ്രോ സാഞ്ചസ്. സ്പെയിനിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ്. RBI വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് മണി മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ്. തകഴി പുരസ്കാരം 2019 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീമാണ് ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ 2020 തീമാണ് ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ മെഗാ സയൻസ് എക്സിബിഷൻ ന്യൂഡൽഹിയിലാണ് നടന്നത്. വിഗ്യാൻ സമാഗം എന്നാണ് അതിന്റെ പേര്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ എക്സിറ്റ് ആയതിൽ പിന്നെ യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സിന്റെ total number of European Union members is 27. 2019 ഏറ്റവും മികച്ച ഭിന്നശേഷി ശാക്തീകരണ സംസ്ഥാനത്തുള്ള ദേശീയ പുരസ്കാരം കേരളത്തിനാണ് ലഭിച്ചത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ്. ധനുജാത്ര എന്ന് പറയുന്നത് ആനുവൽ ഡ്രാമ ബേസ്ഡ് ഓപ്പൺ എയർ തിയററ്റിക്കൽ പെർഫോമൻസ് ആണ്. ഇത് ഒഡീഷയിലാണ് നടക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഒരു ഡ്രാമ ബേസ്ഡ് ഓപ്പൺ എയർ തിയററ്റിക്കൽ പെർഫോമൻസ് ആണ് ധനുജാത്ര അല്ലെങ്കിൽ ധനുയാത്ര. ഇത് ഒഡീഷയാണ് സംഘടിപ്പിക്കുന്നത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ബെസ്റ്റ് മോഷൻ പിക്ചർ 1917, ബെസ്റ്റ് ഡയറക്ടർ സാം മെൻഡസ്, ഈ 1917 ഡയറക്ടറാണ്. ബെസ്റ്റ് ആക്ടർ ജാക്കിൻ ഫിനിക്സ്, ഫിലിം ജോക്കർ. ബെസ്റ്റ് ആക്ട്രസ് റെനി സെൽവിഗർ, ഫിലിം ജൂഡി. President of Croatia is Zoran Milanovic. Prime Minister of Malta Robert Abela. മാൾട്ടയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് റോബർട്ട് അബേല. ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് സൊറാൻ മിലാനോവിച്ച്. നേരത്തെയുള്ള ക്രൊയേഷ്യൻ പ്രസിഡന്റിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് കൊളിൻഡ കിദാരോവിച്ച്. ഇപ്പോഴത്തെ പുതിയ ക്രൊയേഷ്യൻ പ്രസിഡന്റ് ആണ് സൊറാൻ മിലാനോവിച്ച്. റവന്യൂ മിത്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. നേരിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പരാതികൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ പോർട്ടലാണ് റവന്യൂ മിത്രം. ഇന്ത്യയുടെ US അംബാസിഡർ ആണ് തരൺജീത് സിംഗ് സന്ധു. ഇന്ത്യസ് അംബാസിഡർ ടു US ഇസ് തരൺജീത് സിംഗ് സന്ധു. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ P വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ P വീരമുത്തുവേലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ, ട്രിവാൻഡ്രം. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേര് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ് എന്നാണ്. നസീം അൽ ബഹർ എന്ന് പറയുന്നത് നേവൽ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഒമാൻ. WHO 2020 ദ ഇയർ ഓഫ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് എന്നാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ 200th ബർത്ത്ഡേ ആണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടായത്. മോസ്റ്റ് ഫേമസ് ടീനേജർ ഓഫ് ദ ഡിക്കേഡ് ആയി തിരഞ്ഞെടുത്തത് മലാല യൂസഫ്സായി ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ആണ് അതും. ICC ആനുവൽ അവാർഡ്സ് 2019 2019 വന്നത് ജനുവരി 2020 ബെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലണ്ടിന്റെ. ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പാറ്റ് ക്യൂമിൻസ് ഓസ്ട്രേലിയ. ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ രോഹിത് ശർമ്മയാണ്.
ഗ്ലോബൽ സോക്കർ അവാർഡ്സ് 2019 പ്രകാരം ബെസ്റ്റ് മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അസം റൈഫിൾസ് ബിൽഡ്സ് വാർ മെമ്മോറിയൽ ഇൻ നാഗാലാൻഡ്. അസം റൈഫിൾസിന്റെ ഒരു വാർ മെമ്മോറിയൽ നാഗാലാൻഡിലാണ് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ 2020 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 37 ആണ്. കേരളത്തിൽ മാത്രം 3 സൈറ്റുകളുണ്ട്. ഇന്റർനാഷണൽ കസ്റ്റംസ് ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് കസ്റ്റംസ് ഫോസ്റ്ററിംഗ് സസ്റ്റൈനബിലിറ്റി ഫോർ പീപ്പിൾ, പ്രോസ്പെരിറ്റി ആൻഡ് ദ പ്ലാനറ്റ്. കസ്റ്റംസ് ഫോസ്റ്ററിംഗ് സസ്റ്റൈനബിലിറ്റി ഫോർ പീപ്പിൾ, പ്രോസ്പെരിറ്റി ആൻഡ് പ്ലാനറ്റ്. 26th January ആണ് കസ്റ്റംസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഇ വേസ്റ്റ് ക്ലിനിക് ഈസ് ഭോപ്പാൽ, മധ്യപ്രദേശ്. രണ്ടായിരത്തി 20 ടൈലർ പ്രൈസ് ഇന്ത്യൻ എൻവയോൺമെന്റലിസ്റ്റ് പവൻ സുഖ്ദേവിനാണ് ലഭിച്ചത്. 2020 ടൈലർ പ്രൈസ് ഇന്ത്യൻ എൻവയോൺമെന്റലിസ്റ്റ് പവൻ സുഖ്ദേവിനാണ് ലഭിച്ചത്. 62ാമത് ആനുവൽ ഗ്രാമി അവാർഡ്സിൽ ബെസ്റ്റ് റെക്കോർഡ് ഓഫ് ദി ഇയർ ആയിട്ട് വന്നത് ബില്ലി ഐലിഷ് ആണ്. ആൽബം ബാഡ് ഗൈ. ആൽബം ഓഫ് ദി ഇയറും സോങ് ഓഫ് ദി ഇയറും സെയിം ആണ്. ബില്ലി ഐലിഷിന് തന്നെയാണ്, അമേരിക്കൻ ആണ്. ഇന്ത്യ റഷ്യ സംയുക്ത പ്രഥമ ഗംഗ വോൾഗ ഡയലോഗിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ഗംഗ വോൾഗ ഡയലോഗ് 2020 വേദിയായത് ന്യൂഡൽഹിയാണ്. 2020 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കൻ പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ് കോബ് ബ്രയാന്റ്. 2020 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ് കോബ് ബ്രയാന്റ്. എല്ലാ മാസവും ഫസ്റ്റ് ഡേ ഓഫ് എവ്രി മന്ത് നോ വെഹിക്കിൾ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചത് രാജസ്ഥാനാണ്. ഡസൻ മീൻ എല്ലാ വെഹിക്കിൾസും ഇല്ല എന്നല്ല. രാജസ്ഥാൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വെഹിക്കിൾസ് ഒന്നും ആ ദിവസം വർക്ക് ചെയ്യില്ല. 3rd ഖേലോ ഇന്ത്യ ഗെയിംസ് വന്നത് ആസാമിലാണ് നടന്നത്. ഗുവാഹട്ടി ആസാമിലാണ് നടന്നത്. ഫസ്റ്റ് പ്ലേസിൽ എത്തിയത് മഹാരാഷ്ട്രയാണ്. 3rd ഖേലോ ഇന്ത്യ ഗെയിംസ് 2020 held at Guwahati, Assam. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ വേൾഡ് നമ്പർ 1 പ്ലെയർ ആയിട്ട് അണ്ടർ 21 കാറ്റഗറിയിൽ വന്നത് മാനവ് താക്കറാണ്. ഖത്തറിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽത്താനി എന്നെങ്കിലും ഓർത്തിരിക്കുക. കിരൺ മസൂംദാർ ഷായാണ് ഓസ്ട്രേലിയയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ നേടിയ ഇന്ത്യനാണ്. 7th നാഷണൽ ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് വിമൻസ് ട്രോഫി ലഡാക്കിലാണ് നടന്നത്. നേടിയത് ലഡാക്ക് ടീം തന്നെയാണ്. അണ്ടർ 19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2020 വിന്നർ ആയത് ബംഗ്ലാദേശ് ടീമാണ്. റണ്ണർ അപ്പ് ഇന്ത്യയാണ്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് നടന്നത്. അണ്ടർ 19 വേൾഡ് കപ്പ് 2020 വെന്യൂ സൗത്ത് ആഫ്രിക്ക, വിന്നർ ബംഗ്ലാദേശ്, റണ്ണർ അപ്പ് ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ 2019 വിന്നർ ഇന്ത്യയായിരുന്നു. ATP കപ്പ് ടെന്നീസ് ടൂർണമെന്റ് 2020 ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടന്നത്. ATP കപ്പ് ടെന്നീസ് ടൂർണമെന്റ് അതിൽ വിന്നർ ആയത് നൊവാക് ജോക്കോവിച്ച് ആണ്. റൈസീന ഡയലോഗിന്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് റൈസീന ഡയലോഗ് നടക്കുന്നത്. തീം ക്ലൈമറ്റ് ചേഞ്ച്. വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് 2020 നടന്നത് അബുദാബിയിൽ വെച്ചാണ്. വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് 2020 നടന്നത് അബുദാബിയിൽ വെച്ചാണ്. ഇന്റർനാഷണൽ നേവൽ എക്സസൈസ് മിലാൻ 2020യുടെ വെന്യൂ വിശാഖപട്ടണമാണ്. തീം സിനർജി അക്രോസ് ദ സീസ്. സിനർജി അക്രോസ് ദ സീസ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം ഇന്ത്യൻ, അവസാനം സർവീസ് ആഡ് ചെയ്തിട്ടുണ്ട്. വേൾഡ് ബ്രെയിലി ഡേ എല്ലാ വർഷവും ജനുവരി 4 കൺട്രീസ് ഫസ്റ്റ് സൈബർ ക്രൈം പ്രിവെൻഷൻ യൂണിറ്റ് നിലവിൽ വന്നത് ഗുജറാത്തിലാണ് ലോഞ്ച് ചെയ്തത്. അശ്വസ്ത് എന്നാണ് അതിന്റെ പേര്. അശ്വസ്ത് സൈബർ ക്രൈം പ്രിവെൻഷൻ യൂണിറ്റ്. അനാർക്കി ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോർപ്പറേറ്റ് വയലൻസ് ആൻഡ് പില്ലേജ് ഓഫ് ആൻ എംപയർ. ഈ ബുക്ക് എഴുതിയത് വില്യം ഡാർലിംബിൾ ആണ്. വില്യം ഡാർലിംബിന്റെ പുതിയ ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് അനാർക്കി ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോർപ്പറേറ്റ് വയലൻസ് ആൻഡ് പില്ലേജ് ഓഫ്
ആൻഡ് എംപയർ. ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഇനാഗുറേറ്റ് ചെയ്തത് ചെല്ലക്കാരെ കർണാടകയിലാണ്. വേൾഡ് എക്കണോമിക് ഫോറം 2020 തീം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ എ കോഹസീവ് ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ് എന്നുള്ളതാണ്. എല്ലാ വർഷവും സ്വിറ്റ്സർലൻഡിലെ ഡാവോസിലാണ് വേൾഡ് എക്കണോമിക് ഫോറം നടക്കുന്നത്. 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് ബാംഗ്ലൂരിലാണ്, കർണാടകയിലെ ബാംഗ്ലൂരിലാണ്. 106ാമത്തേത് നടന്നത് ജലന്ധർ പഞ്ചാബിലായിരുന്നു. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം 2019 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഫസ്റ്റിൽ നിൽക്കുന്ന ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ പ്ലേസ് 81st ആണ്. ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 റിലീസ് ചെയ്തപ്പോൾ ഇന്ത്യ 84th ആണ്. കഴിഞ്ഞ വർഷം അത് 82nd ആയിരുന്നു. 2020 പ്രകാരം 2020 ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 84th പൊസിഷനിലാണ്. According to Greenpeace report, most polluted city in India is Jharkhand. ജാർഖണ്ഡിലെ ജാരിയാണ്, ജാരിയ സിറ്റി എന്ന് പറയുന്നത് ജാരിയാണ്. According to Greenpeace report, most polluted city in India is Jharia, Jharkhand. 2019 ഇൻ ഫോറസ്റ്റ് റിപ്പോർട്ട്, ഇന്ത്യ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് ISFR പ്രകാരം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ള ഇന്ത്യയിലെ മൊത്തം ഫോറസ്റ്റ് കവർ 24.56% ആണ്. അതിൽ മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവറേജ് ഉള്ള സ്റ്റേറ്റ്. മിസോറാം ആണ് പെർസെന്റേജ് വൈസ് ഫോറസ്റ്റ് കവറേജ് കൂടുതലുള്ളത്. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ AP മഹേശ്വരിയാണ്. ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് CRPF is AP മഹേശ്വരി. First women third umpire in men's international is Jacqueline Williams. First women ആണ് തേർഡ് അമ്പയർ ആയിട്ട് വരുന്ന മെൻസ് ഇന്റർനാഷണൽസിൽ ജാക്വലിൻ വില്യംസ്. മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2020 വിന്നർ കെന്റോ മൊമോട്ട ആണ്, ജപ്പാന്റെ കെന്റോ മൊമോട്ട. ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഓഫ് ഗ്രീസ് ഈസ് കാറ്ററീന സെക്കലോറോപോലോ ആണ്. ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഓഫ് ഗ്രീസ്. സ്വച്ഛ് സർവേക്ഷൺ സർവേ, അതായത് ഇന്ത്യയിലെ ക്ലെൻലിനെസ് സർവേ ആണത്. അതിലെ ഫസ്റ്റ് പൊസിഷൻ വന്നത് ഇൻഡോർ ആണ്. ഇൻഡോർ തേർഡ് ടൈം ആണിത് ഇൻ എ റോ വരുന്നത്. 71st റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് ബ്രസീലിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജെയർ ബോൾസനാറോ ആണ്. നമ്മുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ 71st റിപ്പബ്ലിക് ഡേ ആണ്. അതിന്റെ ചീഫ് ഗസ്റ്റ് ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാറോ ആയിരുന്നു. പാകിസ്ഥാൻ ഒരു സർഫസ് ടു സർഫസ് ന്യൂക്ലിയർ പവേർഡ് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. അതിന്റെ പേര് ഗസ്നാവി എന്നാണ്. മുഹമ്മദ് ഗസ്നിയായിട്ട് ബന്ധപ്പെട്ട ഒരു പേര്. ഇന്ത്യയുടെ ഗഗൻയാൻ മുന്നോടിയായിട്ട് ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് ഗഗൻയാനുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്തേക്ക് ഇസ്രോ അയക്കുന്ന റോബോട്ടാണ് വ്യോംമിത്ര. പ്രൈം മിനിസ്റ്റർ ഓഫ് റഷ്യ ഈസ് മിഖായിൽ മിഷുസ്തിൻ. റഷ്യയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് മിഖായിൽ മിഷുസ്തിൻ. നീതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടു. 2019 SDG റിപ്പോർട്ട് പ്രകാരം ടോപ്പർ ആയിട്ട് വന്നത് കേരളമാണ്. ഹിമാചൽ പ്രദേശ് ആണ് സെക്കൻഡ്. നീതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സിൽ ഫസ്റ്റ് പ്ലേസ് ഇസ് കേരള. ഇന്ത്യസ് ഫസ്റ്റ് ടർട്ടിൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഇനാഗുറേറ്റ് ചെയ്തത് ബീഹാർ ആണ്. ഹഡ്കോയുടെ പുതിയ ചെയർമാൻ M നാഗരാജ് ആണ്. ഹഡ്കോ എന്ന് പറയുന്ന ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. പോളി ഉംറിഗർ അവാർഡ് ക്രിക്കറ്റിൽ കൊടുക്കുന്നതാണ്. അത് മെൻസ് കാറ്റഗറിയിൽ ജസ്പ്രീത് ബുംറ, വിമൻസ് കാറ്റഗറി പൂനം യാദവ് ആണ്. Who Killed the Sundarbans എന്നുള്ള book was written by തുഷാർ കഞ്ചിലാൽ. ഒരു എൻവയോൺമെന്റലിസ്റ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. ഈ വർഷം ജനുവരിയിൽ അന്തരിച്ച ഒരു എൻവയോൺമെന്റലിസ്റ്റ് ആണ്. തുഷാർ കഞ്ചിലാൽ എഴുതിയ പുസ്തകമാണ് Who Killed the Sundarbans. പക്സ ബേർഡ് ഫെസ്റ്റിവൽ 2020 നടക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. സൂക്കട്ട്പൂയി ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തത് മിസോറാം ഗവൺമെന്റ് ആണ്. ഫസ്റ്റ് എവർ കരഞ്ചി ലേക്ക് ഫെസ്റ്റിവൽ അത് മൈസൂരിലാണ് നടക്കുന്നത്. കർണാടകത്തിലെ മൈസൂരിലെ ഒരു ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ ആണ് കരാഞ്ചി ലേക്ക് ഫെസ്റ്റിവൽ.
സൂക്കട്ട്പുയി മിസോറാം ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തതാണ്. ബക്സ ബർഡ് ഫെസ്റ്റിവൽ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നതാണ്. ഇനി പത്മ അവാർഡ്സ് 2020 ജനുവരിയിൽ എല്ലാം നൽകുകയുണ്ടായി. അതിൽ പത്മവിഭൂഷൺ നേടിയത് 7 പേരാണ്. മൗറീഷ്യസിന്റെ നേരത്തെയുള്ള മൗറീഷ്യസ് പ്രൈം മിനിസ്റ്റർ അനിരുദ്ധ് ജുഗ്നൌദ്, പിന്നെ മേരി കോം, ചന്നുലാൽ മിശ്ര, വോക്കലിസ്റ്റ് ആണ് ചന്നുലാൽ മിശ്ര, പിന്നെ സുഷമ സ്വരാജ്, ജോർജ് ഫെർണാണ്ടസ്, അരുൺ ജെയ്റ്റ്ലി, സ്വാമി വിശ്വനാഥ് തീർത്ഥ, ഇവർക്ക് ഇത്രയും മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയത്. മൊത്തം 7 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത്. 4 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയത്. സുഷമ സ്വരാജ്, ജോർജ് ഫെർണാണ്ടസ്, അരുൺ ജെയ്റ്റ്ലി, സ്വാമി വിശ്വേശ തീർത്ഥ. താങ്ക് യു all.